കാണാൻ പ്രകാശ് ജാവദേക്കർ എത്തിച്ചേർന്നിരിക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പുതിയ സാഹചര്യത്തിൽ എന്താണ് പ്രകാശ് ജാവദേക്കർ വെള്ളാപ്പള്ളി നടേശനുമായി നടത്താൻ ഉദ്ദേശിക്കുന്ന ചർച്ച എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും കേരളത്തിൻ്റെ ചുമതലയുള്ള നേതാവ് കൂടിയാണ് പ്രകാശ് ജാവദേക്കർ. BJP നേതാവ്, BJP നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാരും ജില്ലയിലെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന നേതാക്കന്മാരും ഒപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രകാശ് ജാവദേക്കർക്കൊപ്പം ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. പ്രത്യേകിച്ച് പുതിയ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ സന്ദർശനത്തിന് കൂടുതൽ പ്രാധാന്യം മാധ്യമങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് കൂടിയാണ് ഈ ഘട്ടത്തിൽ ഈ ഒരു സന്ദർശനത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് തന്നെ മാധ്യമങ്ങൾ പോയിരിക്കുന്നത്, നമ്മളടക്കം പോയിരിക്കുന്നത്. അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അമൽ, തൽക്കാലം മാധ്യമങ്ങൾ ഇപ്പോൾ കാണുന്നതിനപ്പുറത്തേക്ക് അവർ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണത്തിലേക്ക് പോകുമോ? എന്താണ് സന്ദർശനത്തിൻ്റെ ഉദ്ദേശം? ഇത്തരം കാര്യങ്ങൾ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരോ സംസ്ഥാന നേതാക്കന്മാരോ വിശദീകരിക്കുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? കഷൻ, ഇന്ന് 2 മണി വരെയാണ് വെള്ളാപ്പള്ളി നടേശനുമായി പ്രകാശ് ജാവദേക്കർ ചർച്ച നടത്തുവാനുള്ള ഒരു സമയം തീരുമാനിച്ചിരിക്കുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരമാണ് പ്രകാശ് ജാവദേക്കർ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം BJP നേതാക്കളുമുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങൾ BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രകാശ് ജാവദേക്കർ എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ വേറെയും BJP നേതാക്കൾ മുൻപും ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ നേരത്തെ ഇവിടെ എത്തിയിരുന്നു. അതുകൂടാതെ തന്നെ തിരുവനന്തപുരം മേയർ VV രാജേഷ് അടക്കം ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ചില മണ്ഡലങ്ങൾ, നിയോജക മണ്ഡലങ്ങൾ, അവിടെയുള്ള മത്സര സാധ്യതകൾ BJP ശക്തി തെളിയിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന ചില മണ്ഡലങ്ങളിൽ പിന്തുണ ഉറപ്പാക്കുക, സാമുദായികമായിട്ടുള്ള നേതാക്കന്മാരുടെ അടക്കം പിന്തുണ ഉറപ്പാക്കുക എന്നൊരു ലക്ഷ്യവും BJPക്കുണ്ട്. പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗും വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള ഒരു വാദപ്രതിവാദങ്ങൾ പുരോഗമിക്കുന്നതിന്റെ ഇടയിലാണ് കുറച്ച് ദിവസങ്ങളായിട്ട് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുള്ള വിവാദപരമായിട്ടുള്ള പരാമർശങ്ങളെല്ലാം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളത്തിന്റെ ചുമതലയുള്ള BJPയുടെ പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവദേക്കർ അദ്ദേഹത്തെ വസതിയിലെത്തി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഏതായാലും ഈ ഒരു കൂടിക്കാഴ്ചയോട് കൂടി തന്നെ പ്രത്യേകിച്ചും BJPയും BDJസും തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ കായംകുളം, ചെങ്ങന്നൂർ, ഹരിപ്പാട് മണ്ഡലങ്ങളിൽ BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളാണ്. ഈ കാര്യവും അടക്കം BJPയുടെ പ്രതീക്ഷകൾ കേരളത്തിൽ സാധ്യതയുള്ള പല മണ്ഡലങ്ങളിലും വെള്ളാപ്പള്ളിയുമായിട്ടുള്ള ചർച്ച നടക്കുവാനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്നാണ് പ്രാദേശികമായ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇതൊരു സൗഹൃദ സംഭാഷണം എന്ന നിലയിൽ കാണുവാൻ ആണ് ഇപ്പോൾ പ്രകാശ് ജാവദേക്കറിനോട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ നമ്മളോട് ഇപ്പോൾ ചോദിക്കുന്നത്. അഖിൽ സുരേന്ദ്രനാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്. എന്തായാലും അവർ പരസ്പരം കൂടിക്കാണുന്നു. ഇതിൽ പുതുമയൊന്നുമില്ല. കാരണം ദീർഘകാലമായി ഒരു കൂടി കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തുടർച്ചയായുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങൾ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടുപോയിരിക്കുകയാണല്ലോ.